ബഹുമാനപ്പെട്ട അധ്യക്ഷൻ ശ്രീ MPS, അതുപോലെ ഉദ്ഘാടനം ചെയ്ത ഡയറക്ടർ വിനയൻ അടക്കമുള്ള ക്ഷേമ ടീച്ചർ അടക്കമുള്ള എൻ്റെ സുഹൃത്തുക്കളായിട്ടുള്ള സഹപ്രവർത്തകരടക്കമുള്ള വേദിയിലെ പ്രിയപ്പെട്ടവരെ, സദസ്സിലുള്ളവരെ, ഏറ്റവും പ്രിയപ്പെട്ടവരെ, വരും വരാതിരിക്കില്ല എന്ന് മലയാളത്തിൻ്റെ ഏറ്റവും വലിയ എഴുത്തുകാരൻ ഒരു കഥയിൽ പറഞ്ഞതാണ്. നീലക്കുന്നുകൾ എന്ന കഥയിലാണ് വരും വരാതിരിക്കില്ല എന്ന് നമ്മൾ വായിച്ചത്. അതിനും വളരെ 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 മുമ്പ് 60കളിലെ ബോധധാര സമ്പ്രദായത്തിൽ എഴുതപ്പെട്ട മഞ്ഞ് എന്ന നോവലിൻ്റെയും തുടക്കം വരാതിരിക്കില്ല എന്നാണ്. രണ്ട് MT സാറ് നമുക്ക് നൽകിയ രണ്ട് മഹത്തായ വാക്കുകളാണ്. പക്ഷേ അതിനപ്പുറത്ത് ഇവിടെ വരും കാത്തിരിക്കണമെന്ന ഒരു വലിയ സന്ദേശം നൽകുകയാണ് മോഹൻ സിത്താര എന്ന നമ്മുടെ പ്രിയങ്കരനായ സംഗീതകാരൻ. നേരത്തെ എല്ലാവരും പറഞ്ഞു തന്നെ പറയാനുള്ളൂ, പുതിയതായിട്ടൊന്നും പറയാനില്ല. ഒരു ഡയറക്ടർക്ക് അദ്ദേഹത്തിൻ്റെ ഒരു ഷോട്ട് ഏത് തരത്തിൽ ദൃശ്യവൽക്കരിക്കണം എന്നതിന് ഏറ്റവും മികച്ച ഉദാഹരണങ്ങൾ നൽകിയ പാട്ടുകളാണ് മോഹൻ സിത്താര എന്ന സംഗീത സംവിധായകൻ്റെ ഓരോ ഗാനങ്ങളും. ഗാനം ചിട്ടപ്പെടുത്തി കഴിയുമ്പോൾ അത് കഴിഞ്ഞ് ഏറ്റവും ക്ലേശകരമായ സംവിധാന കലയിൽ പാട്ടുകൾ ചിത്രീകരിക്കുക എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടുള്ള ഒന്നാണ്. പക്ഷെ അത് ഏത് തരത്തിലേക്ക് ആ ദൃശ്യങ്ങൾ ഏത് തരത്തിൽ ദൃശ്യവൽക്കരിക്കണം എന്നതിൻ്റെ സൂചനയും അദ്ദേഹം ആ പാട്ടിൽ കൊടുത്തിട്ടുണ്ടാവും. അതുകൊണ്ടാണ് പൊന്നും തിങ്കൾ പോറ്റും മാന എന്ന ഒരു ഫോണിൻ്റെ ഇപ്പുറത്ത് നിന്നുകൊണ്ട് അജ്ഞാതനായ ഒരാൾ പാടുമ്പോൾ ഇപ്പുറത്തു നിന്നുകൊണ്ട് ആ കുട്ടിയുടെ മനസ്സ് അതിനൊപ്പം മന്ത്രിക്കുമ്പോൾ അതിൻ്റെ അനന്തമായ ദൃശ്യ സാധ്യതകളിലേക്കാണ് അദ്ദേഹം കൊണ്ടുപോകുന്നത് ഓരോ പാട്ടിലും. അപ്പോൾ നമ്മുടെ സംവിധായകൻ വിനയൻ അദ്ദേഹത്തിൻ്റെ കരുമാടിക്കുട്ടൻ എന്ന സിനിമയിലെ പാട്ടാണ് ലോകത്ത് എവിടെ ചെന്നാലും ദൃശ്യവൽക്കരണത്തിലൂടെ നമ്മൾ കാണുന്നത്, നൃത്തത്തിലൂടെ. ആദ്യമൊക്കെ കേരളം കേരളം എന്ന പാട്ടായിരുന്നു. ഇപ്പൊ എവിടെ ചെന്നാലും ആദ്യം കർട്ടൻ തുറക്കില്ല. അപ്പൊ കർട്ടനിൽ വെളിച്ചം വന്ന് വീഴുമ്പോൾ, സ്റ്റേജിൽ വെളിച്ചം വന്ന് വീഴുമ്പോൾ സഹ്യസാനുശ്രുതി ചേർത്തു വെച്ച മണിവീണയാണ് എൻ്റെ കേരളം, കേരളം. ഇവിടെ തുമ്മല അതിൻ്റെ ഒപ്പം. ആ പാട്ടില്ലാതെ ഒരു പരിപാടിയും തുടങ്ങില്ല എവിടെയും. ഈ കഴിഞ്ഞ ദിവസവും ഞാൻ പോയൊരു സ്ഥലത്ത് ആദ്യ ഗാനം ഞാൻ ചോദിച്ചു സഹ്യസാനു അല്ലേ ചോദിച്ചു. അതെങ്ങനെ മനസ്സിലായി? അതല്ലാതെ പിന്നെ ഏത്? അത് മോഹൻ സിത്താരയുടെ ആയിരിക്കും. അതുപോലെ എനിക്ക് അദ്ദേഹത്തിൻ്റെ പാട്ടുകളെ കുറിച്ച് ഒരു ദിവസം മുഴുവൻ ഇരുന്ന് പറഞ്ഞാലും തീരില്ല. ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെയും നമ്മൾ കൺഫ്യൂസ്ഡ് ആയിപ്പോകും. ഇപ്പൊ ഇവിടെ നീൾമിഴി പീരിയിൽ നിന്ന് പാട്ട് കേട്ടപ്പോൾ നമ്മളെ കാലത്തേക്ക് പോയി. അത് ആ ഡയറക്ടർ അതിനെ വിഷ്വലൈസ് ചെയ്ത് നമ്മൾ കാണിച്ചിട്ടുണ്ട്. ഇദ്ദേഹം 3 സിനിമയുടെ കഥ എന്നോട് പറയണ്ടായി ഒരിക്കൽ. ആ 3 സിനിമയ്ക്കും വേണ്ടി ഞങ്ങൾ കാത്തിരിക്കുകയാണ്. ഒരു സിനിമയിൽ എന്നോട് പറഞ്ഞു ഒരു സംഗീതത്തിനായിട്ട് തബലിസ്റ്റ് ആയിട്ട് അഭിനയിക്കണം. അത് പറഞ്ഞെങ്ങനെയാണ്, ഒരു മ്യൂസിക്കിന്റെ ഒരു പ്രാന്ത് പിടിച്ചിട്ടുള്ള ഒരാളായിട്ട് ജയരാജ. ഞാൻ പറഞ്ഞ ഉറപ്പായിട്ട് ഞാൻ പറയും മനസ്സിൻ സ്വത്തത കണ്ട് അങ്ങനെ ഒരു ക്യാരക്ടർ ഓർമ്മയില്ല. ഇനിയിപ്പോൾ അത് സുനിൽ സുഗതയ്ക്കും ശിവജി ഗുരുവായൂരിലൊന്നും കൊടുക്കരുത്, എനിക്ക് ഓഫർ ചെയ്തതാണ്. അപ്പോൾ അതിനൊക്കെ വേണ്ടി ഞങ്ങളും കാത്തിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ദൃശ്യപരമായ ഒരു വലിയ ഒരു നീട്ടി എറിയുക എന്ന് പറയും പാട്ടിനെ. ആ രീതിയിൽ അല്ല കണ്ണ എന്നുള്ള പാട്ടറിയാത്ത ഒരു മലയാളികളും ഇല്ല. ഉണ്ടോ? അല്ല കണ്ണ. അതുപോലെ എല്ലാ കുട്ടികളും ഉണരുന്നതും ഉറങ്ങുന്നതും ഉണ്ണി വാവാവ് എന്നുള്ള പാട്ട് കേട്ടിട്ടാണ്. എൻ്റെ വീട്ടിലെ ഒരു കുട്ടി എത്ര കരഞ്ഞാലും ഉണ്ണി വാവാവോ പൊന്നുണ്ണി വാവാവോ നീലപ്പീലി കണ്ണും പൊട്ടി പൂഞ്ചേലാടാലോ പൂഞ്ചേലാടാലോ എന്ന് പാടിയ കുട്ടി കണ്ണിങ്ങനെ അടയ്ക്കും. എണീറ്റ ഉടനെ വീണ്ടും. അപ്പൊ നമ്മൾ പാടും ഒരു കണ്ണാൽ സൂര്യനുറങ്ങ മറുകണ്ണാൽ തിങ്കളുറങ്ങ എന്ന് പാടുമ്പോൾ കുട്ടി ഉണരും. ഒരേ സമയം ഉറക്കാൻ മാത്രമല്ല ഉണർത്താൻ വേണ്ടിയുള്ളതാണ് പാട്ട് എന്ന് നമ്മളെ പഠിപ്പിച്ച സംഗീതകാരനാണ് മോഹൻ സിത്താര. അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളിലൂടെ വന്നപ്പോഴാണ് അതൊരു കൃത്യമായ ഒരു വലിയ ഒത്തുചേരലായത്. പൂത്തുമ്പി പൂങ്കഴുത്തിൽ എന്ന പാട്ട് അദ്ദേഹം പാടുമെന്ന് വിചാരിച്ചു. വീണ്ടും നമ്മളത് കേൾക്കാൻ കാത്തിരിക്കുകയാണ്. മാലയോഗത്തിലെ പാട്ട്, വയലാർ ശരത്ത് എഴുതിയ പാട്ട് നമ്മൾ കേട്ടു.
അങ്ങനെ OMV സാറിൻ്റെ പാട്ട് കേട്ടു. ഓരോ ലിറിസിസ്റ്റിൻ്റെ കൂടെ ജോലി ചെയ്യുമ്പോഴും അവരുടെ രചനയുടെ പ്രത്യേകതകൾ മനസ്സിലാക്കി സംഗീതം ചെയ്യുകയും അത് സംവിധായകനെ അങ്ങ് കൊടുക്കുകയും ചെയ്യുന്ന ഒരു സംഗീത സംവിധായകനാണ് മോഹൻ സിതാര. അദ്ദേഹത്തോട് സംസാരിച്ചിരിക്കുന്നത് രസമാണ്. നേരത്തെ പറഞ്ഞ പോലെ ചിലപ്പോൾ എൻ്റെ പേരും പറഞ്ഞു പോകും, മറന്നു പോകും. വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ആ പേരെന്താ പറഞ്ഞു, ഞാൻ ജയരാജു, ജയരാജു, അത് മറക്കും ചിലപ്പോൾ, പക്ഷെ പിന്നെ ഓർമ്മ വരും. അപ്പോഴേക്കും ജയരാജു പോയിട്ടുണ്ടാവും. അല്ലേ, ഒരു രസം വേണ്ട. ഈ സന്ധ്യാസമയത്ത് 7-8 സമയത്ത് ഇങ്ങനെ നമ്മളിങ്ങനെ ക്ഷീണിച്ചിരിക്കാൻ പാടില്ല. എല്ലാ മനുഷ്യരും വൈകുന്നേരങ്ങളിൽ ചിരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു ആർട്ടിസ്റ്റാണ് ഞാൻ. ആരുടെയെങ്കിലും ചുണ്ടിൽ ഒരു ചെറിയ മൃദു മന്ദഹാസം വരണമെന്നാണ് ഒരു കലാകാരൻ ആഗ്രഹിക്കുന്നത്. അത് പാട്ട് കേട്ടാലും നാടകം കണ്ടാലും സിനിമ കണ്ടാലും സീരിയൽ കണ്ടാലും എന്ത് തന്നെയായാലും നർമ്മം കണ്ടാലും ഒക്കെ ഒരു ചിരി എവിടെയെങ്കിലും ബാക്കി നിൽക്കണം. തിയേറ്ററിൽ നിന്ന് ഇറങ്ങി പോകുമ്പോഴും ഉണ്ടാവണം ആ ചിരി, കച്ചേരി കഴിഞ്ഞ് പോകുമ്പോഴാ ചിരി ഉണ്ടാവണം, ക്ലാസ് കഴിഞ്ഞ് പോകുമ്പോഴാ ചിരി ഉണ്ടാവണം. അത് സംഗീതം, കലകളിൽ റാണിയാണ് സംഗീതം. ഏറ്റവും മുകളിൽ സംഗീതമാണ്, അത് കഴിഞ്ഞ ബാക്കിയൊക്കെ വരുള്ളൂ. ഏറ്റവും മുകളിൽ സംഗീതമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ സംഗീതത്തെ ഉപാസിക്കുന്ന മോഹൻ സിതാരയ്ക്കും അദ്ദേഹത്തിൻ്റെ മോഹൻ സിതാര കോളേജ് ഓഫ് മ്യൂസിക്കിനും ആശംസകൾ നേർന്നുകൊണ്ട് വരും. കാത്തിരിക്കണമെന്ന ഭീഷണി 4:15 തുടങ്ങിയതാണ്. ഇനി കാത്തിരിക്കാൻ വയ്യ. 7:30 വരും എന്ന പ്രതീക്ഷയോടെ എൻ്റെ വാക്കുകൾ അവസാനിക്കുന്നു.